അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ദുനിയവിയായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ സ്വന്തം മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നതായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവകളിൽ നിന്നെല്ലാം നാം മാറി നിന്നുകൊണ്ട് മക്കളെ നല്ല വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാവുക. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്കൂളുകളിൽ മക്കളെ വിടുമ്പോൾ അവരുടെ കൂട്ടുകെട്ടിനെ നാം ശ്രദ്ധിക്കുക. നല്ല കൂട്ടുകെട്ടാണോ ചീത്ത കൂട്ടുകെട്ടാണോ എന്ന് നാം ശ്രദ്ധിക്കുക. മക്കൾ ബീഡി വലിക്കുന്നുണ്ടോ, സിഗരറ്റ് വലിക്കുന്നുണ്ടോ, മയക്കുമരുന്നിൻ്റെ അടിമയാകുന്നുണ്ടോ, കഞ്ചാവിൻ്റെ അടിമയാകുന്നുണ്ടോ, ഇവകൾ നാം ശ്രദ്ധിക്കുക. മക്കളെ ഇസ്ലാമിക ചിട്ടകളോടുകൂടി തന്നെ വളർത്തുവാൻ ശ്രദ്ധിക്കുക. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുവാൻ മക്കൾക്ക് നാം പ്രാവീണ്യം നേടിയെടുക്കുക. മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസങ്ങളും കൊടുക്കുക. അതിനാൽ ഇവകളെല്ലാം നാം അടിവരയിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് മക്കൾക്ക് നല്ല ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടി ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും അവരെ നേടിയെടുപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. അനമദീനത്തുൽ ഇൽമി വഅലിയിൻ ബാബുഹ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു ആ ഇൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഭൗതികവും ആത്മീയമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നാം നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുക. അങ്ങനെ അതല്ല എങ്കിൽ മക്കൾ ഇതേപോലെ തലതിരിഞ്ഞ മക്കളായിത്തീരുന്നതാണ്. വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുകയും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായി കൊല്ലുകയും ചെയ്യുന്നതായ ഒരവസ്ഥ സംജാതമാകുന്നതാണ്. അതിനാൽ രണ്ട് വിദ്യാഭ്യാസങ്ങളും നാം നമ്മുടെ മക്കൾക്ക് നാം കൊടുത്തുകൊണ്ട് അവരെ ഇസ്ലാമികമായ ചിട്ടയിൽ തന്നെ നാം വളർത്തുവാൻ നാം ശ്രമിക്കുക. നമ്മുടെ മക്കൾ 7 വയസ്സായിട്ട് അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും അവർ നിസ്കരിച്ചില്ല എങ്കിൽ അവരെ അടിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിഗമനം. അങ്ങനെ അതൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സമുദായത്തിലെ മക്കളെ അല്ലാഹു തആല നന്നാക്കുകയും ചെയ്യുമാറാകട്ടെ.